മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഓൺലൈൻ തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി സ്വദേശിയുടെ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 സിനിമാ പ്രവർത്തകർ മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായാണ് മട്ടാഞ്ചേരി സ്വദേശിയായ യുവാവ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായത്. യുവാവിന്റെ ഫോണിലേക്ക് പ്രതികൾ വാട്സാപ്പിലൂടെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും അതിൽ ലോഗിൻ ചെയ്ത ശേഷം പണം നിക്ഷേപിച്ച് ബിൽഡിംഗിന് റേറ്റിംഗ് നൽകിയാൽ കൂടുതൽ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിൽ നിന്ന് പല തവണകളിലായി 46 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. പണം നഷ്ടപ്പെട്ട യുവാവ് ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ എമർജൻസിയായി ബന്ധപ്പെടേണ്ട നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ നമ്പറായ 1930 വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുകയും മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയുമായിരുന്നു. തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, DCP അശ്വതി ജിജി എന്നിവരുടെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയൽ, മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ഷിബിൻ KA എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സൈബർ സെല്ലിന്റെയും മറ്റും സഹായത്താൽ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ രീതിയെപ്പറ്റിയും തട്ടിപ്പ് നടത്തിയ പ്രതികളെപ്പറ്റിയും വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ കണ്ണികളായ 2 പ്രതികളെ പിടികൂടിയത്. എറണാകുളം പെരിങ്ങാല സ്വദേശിയും സിനിമകളിലെ അസോസിയേറ്റ് ഡയറക്ടറുമായ ശ്രീദേവ് 35, കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശി സിനിമയിൽ കോസ്റ്റ്യൂമറുമായ മുഹമ്മദ് റാഫി 37 എന്നിവരെയാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിലൂടെ നേടിയ പണം മുഹമ്മദ് റാഫി പറഞ്ഞതനുസരിച്ച് ശ്രീദേവിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും ശ്രീദേവ് പണം മറ്റൊരാൾക്ക് കൈമാറുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എഡ്വിൻ റോസ്, ധനീഷ്, സൈബർ പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥനായ അരുൺ എന്നിവരാണ് ഇവരെ പിടികൂടിയ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട്. ഇവർ ഇത്തരത്തിൽ നടത്തിയ മറ്റ് തട്ടിപ്പുകളെപ്പറ്റിയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.